സംസ്ഥാനത്ത് ഏക്കർ കണക്കിന് സ്വകാര്യ ഭൂമി കൈവശപ്പെടുത്താനുള്ള വഖഫ് ബോർഡ് നീക്കത്തെ ചെറുത്ത് ക്രൈസ്തവ സംഘടനകളും വൈദികരും UPA സർക്കാർ പ്രീണന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന 1995-ലെ വഖഫ് ആക്റ്റും 2013-ലെ ഭേദഗതിയും ഏത് ഭൂമിയും പിടിച്ചെടുക്കാൻ അനുമതി നൽകുന്ന അമിതാധികാരത്തിൻ്റെതെന്ന് രൂക്ഷ വിമർശനം. മതേതര രാജ്യത്ത് നിക്ഷിപ്ത മതതാൽപര്യങ്ങളുള്ള വഖഫ് ട്രിബ്യൂണലിന് മുന്നിൽ വാദങ്ങളുമായി ചെല്ലേണ്ട ഗതികേടിലാണ് പൗരനെന്ന് ദീപികയിലെ ലേഖനത്തിൽ ഫാദർ ജോഷി മയ്യാറ്റിൽ. ചെറായി മുനമ്പം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ 404 ഏക്കറോളം ഭൂമി കൈവശപ്പെടുത്താനുള്ള വഖഫ് ബോർഡ് നീക്കങ്ങളാണ് പ്രതിഷേധം വീണ്ടും കനക്കാൻ കാരണം. വഖഫ് ബോർഡ് സ്വകാര്യ ഭൂമിയിലടക്കം കണ്ണുവെച്ച് തുടങ്ങിയിട്ട് നാളുകളേറെയായി. UPA സർക്കാർ കൊണ്ടുവന്ന നിയമനിർമ്മാണവും തുടർച്ചയായി മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തെ വഖഫ് ആക്ട് ഭേദഗതിയുമാണ് വഖഫ് ബോർഡിന് അമിതാധികാരങ്ങൾ അനുവദിച്ച് അവകാശവാദങ്ങളിലൂടെ ഏത് ഭൂമിയും സ്വന്തമാക്കാനുള്ള സാഹചര്യമൊരുക്കിയത്. ഇതാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ ദീപികയിലെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിലെ 1995-ലെ വഖഫ് നിയമപ്രകാരം KPCC ആസ്ഥാനവും AKG സെന്ററും സെക്രട്ടേറിയറ്റ് പോലും മതമൗലിക ചിന്താഗതിയുള്ളവർ വഖഫായി പ്രഖ്യാപിച്ചാൽ അതെല്ലാം വഖഫ് ബോർഡിന്റെ വസ്തുവകകളായി മാറുന്ന വകുപ്പുകളാണ് നിലവിലുള്ളതെന്ന് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ഒരു വസ്തു വഖഫ് പ്രോപ്പർട്ടി ആണോ എന്ന് നിശ്ചയിക്കാനുള്ള മാനദണ്ഡങ്ങൾ വ്യക്തമാക്കുന്ന 40-ാം അനുച്ഛേദം തികച്ചും ഏകപക്ഷീയമാണ്. നിക്ഷിപ്ത താൽപര്യങ്ങളുള്ള വഖഫ് ട്രിബ്യൂണലിന് മുന്നിൽ തങ്ങളുടെ വാദങ്ങളുമായി ചെല്ലേണ്ടി വരുന്നവരുടേത് ഗതികെട്ട അവസ്ഥയാണെന്നും ഫാദർ ജോഷി മയ്യാറ്റിൽ പറയുന്നു. 2014-ലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പോലും ഭൂമി വഖഫ് ബോർഡിന് വിട്ടുകൊടുത്ത സംഭവങ്ങൾ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ എന്നതിനപ്പുറം ക്രൈസ്തവ സഭാ നേതൃത്വം നേരിട്ട് തന്നെ വഖഫ് വിഷയത്തിൽ ശക്തമായി രംഗത്ത് വരുന്നതിന്റെ മുന്നോടിയായാണ് വൈദികരുടെ ലേഖനങ്ങളും പ്രതികരണങ്ങളും. ജനം, കൊച്ചി.